ഹായ് ഫ്രണ്ട്സ്, CCS ടെക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോർട്ടിനെറ്റ് ഫയർവാളിൽ നിന്ന് എങ്ങനെയാണ് ലോഗ്സ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫയർവാൾ എന്ന് പറയുന്നത് എൻ്റെ 100F ആണ്. അതിൻ്റെ OS വേർഷൻ എന്ന് പറയുന്നത് 7.4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി ആദ്യം തന്നെ നമ്മൾ ലോഗ്സ് ആൻഡ് റിപ്പോർട്ട്സിൽ പോവുക. അതിനുശേഷം ഫോർവേഡ് ട്രാഫിക് എടുക്കുക. ഫോർവേഡ് ട്രാഫിക് എടുത്തതിന് ശേഷം അപ്പോൾ നമുക്കൊരു പുതിയ വിൻഡോയിൽ കുറച്ച് ലോഗ്സ് അവിടെ കാണിക്കും. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് നമ്മളുടെ ഡേറ്റ് ആൻഡ് ടൈമാണ്. അതിനുശേഷം കാണിക്കുന്നതാണ് നമ്മളുടെ സോഴ്സ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ലോക്കൽ IP, അതായത് നമ്മൾ ലോക്കലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ. അതിനുശേഷം കാണിക്കുന്നതാണ് സിസ്റ്റത്തിൻ്റെ നെയിം. അതിനുശേഷം നമ്മൾ ഡെസ്റ്റിനേഷനാണ് കാണിക്കുന്നത്, നമ്മൾ ഏത് സൈറ്റിലേക്കാണ് റീച്ച് ആയി എന്നുള്ളത്. അതിനുശേഷം അതിൻ്റെ ആപ്ലിക്കേഷൻ ആണ് പിന്നെ കാണിക്കുന്നത്. ഓരോരോ ആപ്ലിക്കേഷൻസ് പറ്റി നമുക്ക് കാണാൻ പറ്റും, ഗൂഗിൾ സർവീസസ്, അതുപോലെ DNS, AnyDesk. അതുപോലെ അടുത്തത് റിസൾട്ടിൽ കാണിക്കുന്നത് അക്സെപ്റ്റ് ആണോ ഡെനി ആണോ എന്നാണ്, അതായത് നമ്മൾ ഫയർവാൾ പോളിസിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണോ അല്ലേ എന്നുള്ളതാണ്. ദെൻ പിന്നെ കാണിക്കുന്നത് നമ്മളെ പോളിസി ID ആണ്, അത് ഏത് പോളിസിയുടെ അണ്ടറിലാണ് അത് വരുന്നത് എന്നുള്ളതാണ് പിന്നീട് അത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ലോഗ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആ ഡൗൺലോഡ് സിമ്പിൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു TXT ഫയലായിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ല, ഇപ്പോൾ നമ്മളുടെ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ആയിരിക്കും ലോഗ് കിട്ടുന്നത്, TXT ഫയലായിട്ട്. ഇത് നമ്മൾ വേണം സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ. മറ്റുള്ള ഇതിൽ നിന്ന് ലോഗ് കിട്ടുന്ന പോലെ നമുക്ക് വേറെ രീതിയിൽ ലോഗ് കിട്ടത്തില്ല. ഇതിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ ലോഗ് പുൾ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ലോഗ്സ് വേണമെങ്കിൽ നമ്മൾ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. അതിനായി നമ്മൾ സെക്യൂരിറ്റി ഇവൻറ്റ്സിൽ പോവുക, അതിൽ ലോഗ്സ് എടുക്കുക. അത് ലോഗ് എടുത്തിട്ട് നമ്മൾ മെമ്മറി ആണെങ്കിൽ മെമ്മറി എന്നിട്ട് എടുക്കുക. അതിന് ശേഷം നമ്മൾ എടുക്കേണ്ടത് ഇപ്പോൾ നമ്മളുടെ ഇതൊരു സെക്യൂരിറ്റി ലോഗാണ് കാണിക്കുന്നത്. നമ്മൾ ഏത് സൈറ്റിൽ നിന്ന് ഏതിലോട്ടാണ് പോയി, അത് ഏത് കാറ്റഗറിയാണ്, അത് എത്ര ഡാറ്റ യൂസ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസാണ് ഇതിനകത്ത് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ കണ്ട ഓരോ ഇതും ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി, ദെൻ സ്ട്രീം, സെർച്ച് എഞ്ചിൻ, ഇങ്ങനെ ഓരോ ഡീറ്റെയിൽസാണ് അതിനകത്ത് കാണിക്കുക. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് ലോഗ് ഉള്ളത്. ദെൻ പിന്നെ ഫോർവേഡ് ലോഗ്സ് അകത്താണ് നമുക്ക് കൂടുതൽ ഡാറ്റാസ് കിട്ടുന്നത്. മറ്റേത് നമുക്ക് സെക്യൂരിറ്റി ത്രെഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്, അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, CCS ടെക് ഓൺലൈൻ ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ.